വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ടൂറ് പോയിരുന്നു. എങ്ങോട്ടാണെന്നറിയോ? നമ്മുടെ കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂരേക്ക്. ആ ഒരു ടൂറിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് പോയത്. അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു പറ്റിയെങ്കിൽ വീഡിയോ എടുക്കണേ എന്ന്. ഇത് കൊച്ചിൻ എയർപോർട്ട് കാണാത്തവരും ഫ്ലൈറ്റിൽ കയറാത്തവരും ഒക്കെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഉൾപ്പെടെ. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. അപ്പോൾ കൊച്ചി എയർപോർട്ടിൻ്റെ ഉള്ളിലെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് എടുത്താണ്. ഇത് എസ്കലേറ്റർ പോലെയാണ്, വാക്കിംഗ് വേ ആണ്. ഇതിൻ്റെ പേര് ട്രാവലേറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കയറി നിന്നാൽ മതി, തന്നെ അങ്ങ് നടന്നോളും. കുറേ ദൂരം നടക്കാനുണ്ട് കേട്ടോ. അയ്യോ, ഇങ്ങേ അറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ നടക്കാൻ ഒരു ഓട്ടോ പിടിച്ച് പോകേണ്ട ദൂരമുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ട്രാവലേറ്ററിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഏകദേശം കുറേ ദൂരം അങ്ങനെ സഞ്ചരിക്കാൻ പറ്റും. അതൊക്കെ ഒരു പുതിയ അനുഭവങ്ങളാണ്, എസ്കലേറ്ററിൽ കയറുന്ന പോലെ തന്നെ. അപ്പോൾ അങ്ങനെയെല്ലാം കണ്ട് ഞാൻ കൊച്ചി എയർപോർട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ, കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രി 10:30 സിംഗപ്പൂർ എയർലൈൻസ്. അപ്പോൾ 6:30 ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട് 5A ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പായിട്ട് മാറ്റിയിട്ട് അങ്ങനെയാണ് വിളിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം, എന്നാലും എൻ്റെ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പാസ്പോർട്ടൊക്കെ കാണിച്ച് അവർ വെരിഫൈ ചെയ്തിട്ട് ഉള്ളിലേക്ക് വിടുകയാണ്. അപ്പം അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് നേരെ ചെന്ന് കയറുന്നത് ഫ്ലൈറ്റിലാണ്. എനിക്കതറിയില്ലായിരുന്നു. എൻ്റെ വിചാരം നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കുറേ ദൂരം നടന്ന് ഒരു കോവണിയൊക്കെ വെച്ചിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നതെന്നൊക്കെ ആയിരുന്നു. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഇങ്ങനെ ഇവിടെ വെരിഫൈ ചെയ്തേ, ഇതിലൂടെ നേരെ അങ്ങോട്ട് ഇറങ്ങി നടന്ന് അങ്ങോട്ട് ചെല്ലുന്നത്, ഈ വഴി അങ്ങോട്ട് ചെന്ന് കയറുന്ന കണ്ടോ, നേരെ ഫ്ലൈറ്റിലേക്കാണ്. അതൊരു വല്ലാത്ത അനുഭവമായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എയർ ഹോസ്റ്റസ് നമ്മളോട് നമസ്കാരം പറഞ്ഞിട്ട് ഇയർഫോണാണ് തരുന്നത്. അപ്പം അങ്ങനെ കയറി. ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ അനുഭവമാണ് കയറി. കണ്ടോ, ഫ്ലൈറ്റിൻ്റെ ഉൾവശമാണ് ഇത്. സിംഗപ്പൂർ എയർലൈൻസിൻ്റെ എയർ ഹോസ്റ്റസിൻ്റെ യൂണിഫോമാണ്, ഒരു സ്പെഷ്യൽ യൂണിഫോമാണ് അവിടെ. അവർക്കൊരു മുണ്ടും എന്താ പറയുക, ഒരു ബ്ലൗസും പോലത്തെ സംഭവമാണ് കേട്ടോ. കാണാൻ നല്ല രസമായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ സീറ്റ് നോക്കി കയറി ചെന്നു. അപ്പോൾ അവർ കാണിച്ചു തന്നു. ഞാനും ചേച്ചി ഇരുന്നു. ചേച്ചി പല പ്രാവശ്യം പോയിട്ടുണ്ട് വിദേശത്ത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പം ഞങ്ങൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ചിറകിൻ്റെ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണെങ്കിൽ നല്ല മഴയായിരുന്നു. അപ്പം അതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. അതാ പതുക്കെ 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 അങ്ങ് പൊങ്ങുകയാണ്. അതൊക്കെ വല്ലാത്തൊരു അനുഭവമാണ്. നിങ്ങളോട് പറയുമ്പോൾ പോലും ഞാൻ ആ ഫീലിംഗ് ഇങ്ങനെ ശരിക്കും അനുഭവിക്കുകയാണ്. ഇത് നമ്മളുടെ മുമ്പിലുള്ള ഒരു ചെറിയ TV ആണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്ലൈറ്റിൻ്റെ വേയും അതിൻ്റെ എങ്ങോട്ടാണ് പോകുന്നത് എല്ലാം കാണാൻ പറ്റും. ഫിലിമും എല്ലാം ഉണ്ട്, ഒരുപാട് ഭാഷകളിലെ ഫിലിമും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ 6:30 സിംഗപ്പൂരിൽ ലാൻഡ് ചെയ്തു. ചേച്ചിയുടെ സ്റ്റുഡൻറ്റ് അവിടെ ഇങ്ങനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. കാത്തു നിൽക്കുക മാത്രമല്ല, ബ്രൂ കോഫിയുമായിട്ടാണ് ഞങ്ങളെ കാത്തു നിന്നത്, അറിയോ. അപ്പോൾ ഇറങ്ങിയപ്പോഴേ നല്ല ചൂടൊരു ബ്രൂ കോഫിയും കുടിച്ച് അവർ ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ആ കാഴ്ചകൾ അതിമനോഹരമാണ്. ഞാൻ പറഞ്ഞില്ലേ, മരങ്ങളെല്ലാം കാണുമ്പോൾ, ഇത് നമ്മളുടെ ഇവിടുത്തെ ഒരു കാട്ടുമരമാണ് അവിടെ നട്ട് വളർത്തിയിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഫ്ലാറ്റാണ്. അപ്പോൾ അവിടെ പോയി, അപ്പാർട്ട്മെൻറ്റിൽ പോയി കുറച്ച് സമയം ഉണ്ടായിരുന്നു ഞാൻ. അവിടുത്തെ നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ കാഴ്ചകൾ, എവിടെ നോക്കിയാലും മരങ്ങളും നദികളും. നമ്മൾ കേരളത്തിലാണോ എന്ന് തോന്നിപ്പോവും. പക്ഷെ കേരളത്തിലാണ് ഈ ഒരു കാഴ്ച കാണാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മരങ്ങളെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. കാരണം ഇത് പറയാൻ കാരണം, എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ഒരു ആൽമരം ഉണ്ടായിരുന്നു. അത് റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് വെട്ടി നശിപ്പിച്ചപ്പോൾ ഞങ്ങൾ അനുഭവിച്ചൊരു വേദനയുണ്ട് അതിൻ്റെ മുമ്പിലുള്ളവർ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കടമാണ്. പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ മരങ്ങളെ സംരക്ഷിക്കുന്ന കാണുമ്പോണ്ടല്ലോ, കൊതിയായി പോവുകയാണ്. ഈ യാത്രയിൽ നമ്മൾ ഇനിയും ചെന്ന് കയറുന്നത് ഒരു ടണലാണ്. 12 കിലോമീറ്റർ ദൂരമുള്ള കലാങ് പയ എക്സ്പ്രസ് വേ. As the chemicals, they take us higher. The night's young and it's just begun. As she puts her hand in mine, we
shout from the top, we're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. It laughs so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be, we're gonna be two hearts running wild. The moonlight, summer sky, it was the best we ever had. And we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We're gonna be, we're gonna be two hearts running wild. നമ്മൾ ടണലിൽ നിന്നും പുറത്തിറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് സൺടെക് സിറ്റി കാണാനാണ്. സൺടെക് സിറ്റിയിൽ കാണാനുള്ളത് ഫൗണ്ടൻ ഓഫ് വെൽത്ത് എന്നറിയപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഫൗണ്ടനാണിത്. ഇതാണ് സിംഗപ്പൂരിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്ന ഫൗണ്ടൻ ഓഫ് വെൽത്ത്. 6 മണിയാകുമ്പം ഇത് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ളിൽ ചെറിയ ഫൗണ്ടൻ കണ്ടോ, അതിന് ചുറ്റിനും നമ്മൾ 3 റൗണ്ട് നടന്ന് ആ ചെറിയ ഫൗണ്ടനുള്ളിൽ നാണയങ്ങൾ കോയിൻസ് ഇട്ട് പ്രാർത്ഥിച്ചാൽ ഐശ്വര്യം ഉണ്ടാകും, അത് വെൽത്ത് ഉണ്ടാകും എന്നാണ് സിംഗപ്പൂരുകാരുടെ വിശ്വാസം. അത് നിറച്ചും കോയിൻസ് ആണ്. പക്ഷെ 6 മണിക്കാണ് ഓഫാക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 മണി കഴിഞ്ഞപ്പോഴാണ് അവിടെ ചെന്നത്. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റിയില്ല. ഈ ഫൗണ്ടൻ്റെ ചുറ്റിനുമായിട്ട് വളരെ രസകരമായ ഒരു അത്ഭുതകരമായ ഒരു ടവറുകളാണ്, അതായത് 5 ഫിംഗേഴ്സ് ടവർ എന്നാണ് അറിയപ്പെടുന്നത്. 5 വിരലുകൾ പോലെയാണ് ആ നീളം. നമ്മുടെ തള്ളവിരൽ എങ്ങനെയാണ്, മോതിരവിരൽ എങ്ങനെയാണ്, അപ്പോൾ തള്ളവിരലിന് കുറച്ച് വണ്ണവും കുറച്ച് നീളവും കുറവല്ലേ, അതേപോലെ തന്നെയാണ് 5ാമത്തത് വരുന്നത്. അപ്പോൾ അങ്ങനെ 5 ഫിംഗേഴ്സ് ടവർ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഓരോന്നിനും നമ്പർ ഇട്ടിട്ടുണ്ട്. ഇതിലെല്ലാം വലിയ വലിയ കമ്പനികളാണുള്ളത്. ഇപ്പോൾ ഷോപ്പിംഗ് മാളുണ്ട്. ഈ ഫൗണ്ടനെ ചുറ്റിയാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ കാണുന്നതാണ് ഇത് പേപ്പർ ടവർ എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഇന്നത്തെ എൻ്റെ സിംഗപ്പൂർ വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.